കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനം ശ്രവിക്കുന്ന ഏവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ കടമൊഴിയായിട്ട് കാണും, അപ്പോൾ നിങ്ങൾ മുഖാമുഖമായി കാണും. ദൈവത്തിന് മഹത്വമുണ്ടാടി എന്ന് പറഞ്ഞാൽ താൻ ഭൗമിക ഭാഷ അല്ല ഉപയോഗിക്കുന്നത്, ഒരാത്മീകമായ ഭാഷയാണ്. പിൻവരുന്നതായ കാലഘട്ടത്തിൽ, അപ്പോൾ എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനത്തിൽ, നമ്മുടെ ഉയിർപ്പിൽ, ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏത് രൂപമാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയും എന്ന് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിക്കുകയാണ്. നമുക്കാർക്കും നമ്മുടെ പുനരുത്ഥാന ശരീരത്തെക്കുറിച്ച് വ്യക്തതയില്ല. അല്ലെങ്കിൽ നാം സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് രൂപത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല. വേറൊരുവനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പൗലോസ് ഇവിടെ ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. ഇങ്ങനെ അറിയത്തില്ല എങ്കിലും ഒരു കണ്ണാടിയിൽ നോക്കൂ, നിങ്ങൾ ആരായിരിക്കും എന്ന് അപ്പോഴുള്ളതായ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കടമൊഴിയായി കാണുവാൻ കഴിയും. അപ്പോൾ നടക്കുന്നതായ രൂപത്തെ കടമെടുത്തും കൊണ്ട് അത് നിങ്ങളുടെ മുൻപിൽ, അത് യാഥാർത്ഥ്യം ഒരു രൂപീകൃതമായി നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു, നിങ്ങളുടെ മുഖത്ത് വെളിപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം ആരായിരിക്കുമെന്ന് നമുക്ക് ഇപ്പോഴറിയാം എന്നർത്ഥം. എന്നാൽ വ്യക്തിപരമായ ഒരു അവകാശമാണ് പൗലോസ് സ്ഥാപിക്കുന്നത്. നോക്കൂ, ഒരു കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നതായ ഒരു കണ്ണാടിയിൽ അല്ലെങ്കിൽ ഒരു നിലക്കണ്ണാടിയുടെ മുമ്പിൽ അല്പനേരം ഒന്ന് നിന്നു നോക്കും. ആത്മീകമായി അല്പനേരം നമ്മളൊന്ന് ധ്യാനം ചെയ്താൽ, നമ്മുടെ ഹൃദയത്തിനെ ഒന്ന് പരിശോധിച്ചിട്ട് കണ്ണുകൾ തുറന്ന് ആ കണ്ണാടിയിലേക്ക് നമ്മുടെ മുഖത്തെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. രണ്ട് വ്യക്തിത്വങ്ങൾ നമ്മുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടും, ആളത്വമായി വെളിപ്പെടും. ഒന്ന്, സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കുന്നവൻ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പിലാത്തോസ് ചോദിക്കുന്നു കർത്താവിനോട്, നീ ആരാണ്? എന്താണ് നിന്റെ രൂപം? നീ എവിടെ നിന്ന് വന്നവൻ? എന്നെല്ലാം കർത്താവിന്റെ ഐഡന്റിറ്റി ചോദിക്കുമ്പോൾ കർത്താവ് പറയാൻ, ഞാൻ സത്യത്തിന് സാക്ഷിയായി ജനിച്ചവൻ, സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നു, സത്യം മാത്രം സംസാരിക്കുന്നു. സത്യം സംസാരിക്കുന്നതിനാൽ സത്യം കൈക്കൊള്ളുവാൻ ആഗ്രഹമുള്ളവരൊക്കെയും എന്റെ വാക്ക് കേൾക്കുന്നു. അങ്ങനെ സത്യം മാത്രം സംസാരിക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം, നമ്മുടേതായ വ്യക്തിത്വം നമ്മുടെ മുഖത്ത് വെളിപ്പെടും. അവനിൽ ഒരു വിശേഷതയുണ്ട്. അവൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവൻ. അവനോടുള്ളതായ ഐക്യത്താൽ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇനിയും ഇല്ല എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വരുവാനിരിക്കുന്ന ന്യായാസനത്തിന്റെ മുൻപിൽ നിന്ന് ശിക്ഷിക്കപ്പെടുവാൻ യോഗ്യരല്ല, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് യോഗ്യരാകാതെ ക്രിസ്തുവേശുവിലെ സ്നേഹത്താൽ രക്ഷിക്കപ്പെട്ട ഒരു മുഖം. അതിനുശേഷം വേറൊരു വ്യക്തി വെളിപ്പെടും. അവനാണ് ഇമ്പോർട്ടന്റ്. വില്ലനായ മനുഷ്യൻ അവനാണ്. ആരാണെന്നറിയാമോ? ബറബാസ്. ആ ബറബാസ് അവനെ കുറിച്ച് സാക്ഷ്യം പറയില്ല, അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. വേറൊരുവൻ അവനെ കുറിച്ച് സാക്ഷ്യം പറയും. യോഹന്നാൻ അവനെ കുറിച്ച് പറഞ്ഞത്, അവൻ ബർബാസ് കവർച്ചക്കാരൻ. പ്രൈസ് ദി ലോർഡ്. അവൻ കവർച്ചക്കാരനാണെങ്കിലും അവൻ ചെയ്ത കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട് ജയിലറകളിൽ സൂക്ഷിക്കപ്പെട്ട മനുഷ്യനാണ്. എന്നാൽ അവനെ പലരും കവർച്ചകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യരൊക്കെയും ചേർന്നുകൊണ്ട് അവനെ ജയിലറകളിൽ നിന്നും അവനെ മോചിതനാക്കി വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗം അവന്റെ ശിക്ഷ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു. രണ്ട് വിധത്തിലുള്ള മനുഷ്യർ, നമ്മുടെ മുഖത്ത് വെളിപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്ന്, ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലാത്തതായ, അവനോട് ചേർന്ന് സത്യത്തിന് സാക്ഷിയായി നിൽക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ മുഖത്ത് വെളിപ്പെടും. അങ്ങകലെ സൂക്ഷിച്ചു നോക്കിയാൽ കവർച്ചക്കാരന്റെ മുഖം, സത്യം സംസാരിക്കാതെ അസത്യത്തിനും ഫോഷ്കിനും കൂട്ടുനിന്നും കൊണ്ട് വീണ്ടും വീണ്ടും തെറ്റുകളും പാപങ്ങളും ശിക്ഷാവിധിക്കുള്ളതായ കാരണങ്ങളൊക്കെയും ചരിതിച്ച് കൂട്ടിക്കൂട്ടി വെച്ചവൻ, അവൻ ന്യായാസനത്തിന് മുൻപിൽ അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല.
അപ്പോൾ ശിക്ഷ ഒഴിഞ്ഞു പോയ ഒരുത്തനും ശിക്ഷിക്കപ്പെടുവാൻ അവന്റെ ശിക്ഷ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നതായ രണ്ട് വ്യക്തിത്വങ്ങൾ. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നതായ സന്ദേശം, ഓരോ പ്രഭാതത്തിലും ഓരോ പ്രദോഷത്തിലും നാം കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ദൈവതേജസ്സിന് മുൻപിൽ നമ്മളെ തന്നെ ഒരു കണ്ണാടി പോലെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന നമുക്കൊരു ചോദ്യമുണ്ട്. കർത്താവേ, ഞാൻ ശിക്ഷയ്ക്ക് ഒഴിഞ്ഞു പോയവനോ അതോ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നതായ സത്യത്തിന് സാക്ഷിയായി നിൽക്കുന്നവനോ അതോ ബറബാസിന്റെ കൂട്ടുകാരനോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വരുവാനിരിക്കുന്നതായ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾ പുനരുത്ഥാനത്തിൽ എങ്ങനെയിരിക്കും, കർത്താവിനെ കാണുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കും നമ്മളോട് ചോദിച്ചാൽ അവരോട് മറുപടി നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ പറയുവാൻ കഴിയും, നമ്മൾ ആരായിരിക്കുമെന്ന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സൃഷ്ടി, ദൈവത്തിന്റെ മുഖത്തെ കാണുന്നതിന് മുൻപ് അവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതായ ഒരു തിരിച്ചറിവ് ക്രിസ്തുയേശുവിലൂടെ പ്രാപിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ വെളിപ്പെടുത്തുന്നത്. നോക്കൂ, ആ പുസ്തകത്തിലെ ആ അധ്യായം എഴുതി തുടങ്ങുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചിരുന്നാലും ശരി, എന്നിൽ സ്നേഹം ഇല്ലായെങ്കിൽ, അതായത് ക്രിസ്തുയേശുവിലെ സ്നേഹം എന്നിൽ ഇല്ലായെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആയിപ്പോകും. ഞാൻ അന്യഭാഷ സംസാരിച്ചിരുന്നാലും ദൂതന്മാരെ പോലെ വിളങ്ങി വലിയൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ ഭൂമിയിൽ ഞാൻ വീണ്ടെടുത്തിരുന്നാലും ശരി, ഞാൻ സ്നേഹത്തിൽ നിറഞ്ഞവനായില്ല എങ്കിൽ, എന്നിൽ സ്നേഹമില്ല എങ്കിൽ, ദൈവം സ്നേഹം തന്നെ, ആ ദൈവം എന്നിൽ ഇല്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പാണ്, ചിലമ്പുന്ന കൈത്താളമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ അധ്യായം അവസാനിക്കുന്നതിന് മുൻപ് പൗലോസ് എഴുതി നിർത്തുന്നതായ ഒരു കാര്യം, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അങ്ങനെ കാണുവാൻ കഴിയും. നമ്മുടെ മുഖത്തെ നമ്മളൊന്ന് ഒരുങ്ങുവാൻ, മേക്കപ്പ് ചെയ്യുവാൻ, നമ്മുടെ രൂപത്തെ കാണുവാൻ നമ്മൾ ആഗ്രഹമില്ലേ? നമുക്കെല്ലാവർക്കും ഒരു ധാരണയില്ലേ നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന്? വെളിയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ഒരുങ്ങുന്നില്ലേ? അപ്പോൾ ആ ധാരണയാണ് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നാം കണ്ണാടിയിൽ കണ്ടതായ കാഴ്ചയാണ് നാം തിരിച്ചു വരുന്നവരെയും മറ്റുള്ളവർ നമ്മളെ അങ്ങനെയാണ് കാണുന്നത് നമുക്കൊരു ധാരണയോ? ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അതാണ് മനുഷ്യന്റെ കഴിവ്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇപ്പോൾ നാം കാണുന്നത് കടമൊഴിയായിട്ട്, എന്നാൽ പൂർണ്ണമായത് വരും. അംശമായി മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ, അംശമായി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായതൊക്കെയും മാറിപ്പോകും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. കണ്ണാടിയുടെ, ദൈവതേജസ്സിന്റെ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തു എന്ന സ്നേഹം നിറഞ്ഞ സത്യത്തിന് വേണ്ടി സാക്ഷി നിൽക്കുന്നവനോ അതോ കവർച്ചയ്ക്കും കള്ളത്തരത്തിനും ഭോഷ്കിനും കൂട്ടുനിൽക്കുന്ന ബറബാസ്? ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, നമ്മെ തന്നെ കണ്ടുപിടിക്കുവാൻ ദൈവസ്നേഹം എന്നതായ ഒരു കണ്ണാടി നമ്മുടെ മുൻപിൽ ദൈവം വയ്ക്കുകയാണ്. കർത്താവ് നമ്മുടെ മുൻപിൽ നിൽക്കുക. ആ കർത്താവിൽ കൂടെ കാണുമ്പോൾ, ആ കർത്താവിന്റെ മുൻപിൽ നമ്മളൊന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം വെളിപ്പെടും. നമ്മൾ ആരാണ്? ബറബാസെങ്കിൽ നാം ക്രിസ്തുവിനോട് ചേരുവാൻ ദൈവം കൃപയുടെ യുഗത്തെ അവസരങ്ങളെ വചനങ്ങളായി, ആലോചനകളായി, സന്ദേശങ്ങളായി നിന്റെ മുഖത്ത് കൊണ്ടുവരികയാണ്. നിന്റെ ഭവനത്തിന്റെ മുൻപിൽ ദൈവം സത്യം അവിടെ വയ്ക്കുന്നു. നിനക്ക് ഏത് തെരഞ്ഞെടുക്കാം? സത്യം വേണമോ? ഭോഷ്ക് വേണമോ? അല്ലെങ്കിൽ സ്നേഹം വേണമോ? അല്ലെങ്കിൽ വിരോധം വേണമോ? ഏതാണ് നിനക്ക് ആവശ്യം? ഏതിലാണ് നീ സന്തോഷിക്കുന്നത്? ഏതാണ് നീ അംഗീകരിക്കുന്നത്? ദൈവത്തിന്റെ ചോദ്യം, നീ ബറബാസോ ക്രിസ്തുയേശുവിനോടുകൂടെ ചേർന്നവനോ, സത്യത്തിന് വേണ്ടി നിൽക്കുന്നവനോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നിറയപ്പെട്ടവനോ? ചിലമ്പുന്ന കൈത്താളം പോലെയും മുഴങ്ങുന്ന ചെമ്പിനെ പോലെയും ലോകത്തിൽ ഒരുപാട് പേരുകളും മേന്മകളും ഒക്കെ നിനക്ക് പ്രാപിക്കുവാൻ കഴിയും. ദൈവം പറയുന്നു, അതേതുമില്ല, ഒന്നുമില്ല, അതൊക്കെയും മാഞ്ഞു പോകും. എന്നാൽ ഒന്നു നിലനിൽക്കും, സത്യം. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യം സംസാരിക്കുവാൻ, സത്യം സംസാരിക്കുന്നവരോട് ചേരുവാൻ, അവന്റെ സന്നിധിയിൽ നാം പെർഫെക്റ്റ് അല്ലെങ്കിൽ പൂർണ്ണരായി കാണപ്പെടുന്നുള്ളതായ ഒരു ആഗ്രഹം നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയും സ്നേഹവും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും. ഗോഡ് ബ്ലെസ് യു.